ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ പെരുവന്താനം പോവാണ്. ഇന്നത്തെ ട്രിപ്പ് അങ്ങോട്ടാണ്. ചേട്ടായി വന്നിട്ടുള്ള ആദ്യത്തെ ട്രിപ്പ്. ഇതാണ് നമ്മുടെ വെളിച്ചാണി പള്ളി. ഇതുണ്ടോ വെളിച്ചാണി? നമ്മുടെ പഴയ ഇടവകയായിരുന്നു ഇത്. ഇപ്പം നമ്മൾ പുതിയൊരു ഇടവകയിലോട്ട് മാറി, നമ്മുടെ പാലപ്രയിലോട്ട് മാറി. ഇത് നമ്മുടെ KK റോഡാണ് കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ. ഈ പൊരും വെയിലത്ത് എങ്ങനെ പോകും? വണ്ടി വരുന്നുണ്ടേ. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ, വെളിച്ചാണി സ്കൂള്. ഞാൻ പഠിച്ചതാണ്. കുറേ വണ്ടിയുണ്ട്. ഗൈസ്, ഞാനൊന്ന് ഞെട്ടി, ചേട്ടായി ഒന്ന് ഞെട്ടി. എൻ്റെ ചങ്കിനകത്തോട് എന്തോ ഒരു സാധനം ഇങ്ങനെ അങ്ങ് പോയി. ഈ ട്രാൻസ്പോർട്ടുകാരെ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മുടെ KK റോഡാണ്, തിരക്കേറിയ റോഡാണ്. വേണ്ട, ഞാൻ പതുക്കെ എത്തോളാം. വെള്ളിയാഴ്ച ഗ്യാസ് എടുക്കണം. ഗ്യാസ് കുറ്റിയുടെ കാര്യം ഓർത്തുള്ള ബുക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഗൈസ്, ഇതിവിടുത്തെ വലിയൊരു വീടാണ് കേട്ടോ, വലിയ വീട്. നമ്മളങ്ങനെ ഇപ്പൊ പൈങ്ങണ എത്തിയിരിക്കുകയാണ്. പൈങ്ങണ ഇതാണ് പൈങ്ങണ പള്ളി. MMDS ഗൾഫ് മുട്ടായികൾ വിൽക്കുന്ന കടയാണ് കേട്ടോ, അൽത്തമാർ. അയ്യോ, ഇവിടുത്തെ കടയെല്ലാം പൊളിച്ചു കളഞ്ഞു. ഓഫറുകളുണ്ട്. ഇതാണ് നമ്മുടെ ആദി സിനിമാസ്. ഞങ്ങളിവിടെയാണ് വന്ന് സിനിമയൊക്കെ കാണാറ്. ഇത് നമ്മുടെ മുണ്ടക്കെ ഇട്ടിരിക്കുകയാണ്. തിരക്കാണ് ഗൈസ്. അപ്പം നമ്മളിതേ ഇവിടെ ഫാൻ കട വരെ വന്നാണ് കേട്ടോ, ചെറിയൊരു ഫാൻ നോക്കാനായിട്ട്. ചേട്ടായി ഇറങ്ങിപ്പോയി. എന്താണ് ചേട്ടായിക്കൊരു ചട്ട്? അയ്യോ, ചൂടൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഓ, എന്നാ ചൂടാണോ. പുട്ടിയൊന്നും ഇട്ടില്ല, കാരണം വെറുതെ പുട്ടിയിട്ടിട്ട് കാര്യമില്ല. വേർത്ത് പോകുന്നതല്ലാതെ പുട്ടിയിട്ടിട്ട് കാര്യമില്ല. ഇനി ഞങ്ങൾ ചെന്നിട്ട് പെരുവന്താനം ചെന്നിട്ട് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഏകയം വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ്. നിങ്ങളെ അവിടെ കാണിച്ചു തരാം. ഏകയം വെള്ളച്ചാട്ടം നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. പക്ഷെ സൂക്ഷിക്കണം, സൂക്ഷിച്ചേ പറ്റുള്ളൂ. പിള്ളേരൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം, കാരണം കയമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഏകയം എന്ന് പറയുന്ന പേര്. ഇപ്പം ചൂടായതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് വെള്ളത്തിലേക്ക് ഒന്ന് കിടന്ന് അത് വെള്ളച്ചാട്ടം. അപ്പം അങ്ങനെ ഏകയം എന്ന് പറഞ്ഞാൽ ഒരു ഏക എന്ന് പറയുന്ന ഒന്ന്, ഏകയം. രണ്ട് ചേട്ടായി ഫാൻ നോക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, എന്നാ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ വീഡിയോസൊക്കെ കാണുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് 1 ലൈക്ക് അടിക്കാനായിട്ട് വെറും 8000 ആൾക്കാരോടെ മതി. എന്തോ ഹലോ ഗൈസ്,
ഞങ്ങളിതുവരെ ഫാനിൻ്റെ കടയിൽ നിന്ന് പോയില്ല. ഫാനൊക്കെ മേടിച്ചതേ പുറകെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റണില്ല. ചൂട് സഹിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് പിന്നെ ഇറങ്ങിപ്പോയി. ഈ ഒരു രക്ഷയില്ല. സമയം 4:30 കഴിഞ്ഞു. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പം ചേട്ടായി വരുന്നുണ്ട് കേട്ടോ. അവിടെ പുറകെ വരുന്നത് വരുന്നതാണ്, കാണുന്നില്ല. വിഷുവിനെ വരവേൽക്കാനായിട്ട് നമ്മുടെ മുണ്ടക്കയം ഒരുങ്ങിക്കഴിഞ്ഞു കേട്ടോ. ദേ അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പച്ചക്കറി കുറച്ചുകൂടെ മാറി തിരക്കില്ലാത്തടത്തുണ്ടെന്ന് തോന്നുന്നു. കൊന്നപ്പൂവായിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. ഇത് മുണ്ടക്കയം സ്റ്റാൻഡാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കുവാണെങ്കിൽ പച്ചക്കറി വാങ്ങിക്കാം. വിളിക്കാം. ജിനിയമ്മയും ബിയപ്പായും ഒക്കെ പഠിച്ച സ്കൂള്. പോകുക. റോഡിന്റെ അവസ്ഥ എന്റെ ദൈവം തമ്പുരാനെ. എന്തോ റോഡിന്റെ അവസ്ഥയാണ് ഗൈസ്. ഇതൊക്കെ ഏത് കാലത്ത് റെഡിയാണ്? ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഇതേ അവസ്ഥയായിരുന്നു റോഡിന്. ഇന്നും ഇതേ അവസ്ഥ. ഇവിടുത്തുകാരുടെയൊക്കെ ഏക ആശ്രയമാണ് ഈ റോഡ്. ഈ കാണുന്നതാണ് ജിനിച്ചേച്ചിയുടെയൊക്കെ പള്ളി. പെരുവന്താനം പള്ളി. നമ്മൾ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. ജിനിച്ചേച്ചിയുടെ വീടിന് അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടത്. ഇവിടെ ഇച്ചിരി ചൂട് കുറവുണ്ട് കേട്ടോ. നമ്മളെവിടത്തേക്കാളും ചൂട് ഇവിടെ കുറവുണ്ട്. നമ്മളെവിടെയല്ലേ ചൂട് കൂടുതൽ. പക്ഷെ റോഡ് വളരെ മോശം. വളരെ മോശം. എൻ്റെ കർമ്മി. ഇവിടെയൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ് കേട്ടോ. അയ്യോ എന്നാ ഉണ്ടല്ലോ വീഡിയോ. കേറിപ്പോ അതുമായിട്ട്. കിച്ചു ഈ കവർ എടുത്തേ. കിച്ചു കുട്ടാ കവർ എടുത്തേ. ഏതായാലും ഓർമ്മ എടുത്തേ. അങ്ങോട്ട് കയറിക്ക്. തോട്ടി ആ അത് അതിനകത്തൊരു പേപ്പറുണ്ട്. പേപ്പർ കളയല്ലേ. മ്യൂട്ട് കനകാംബരം. കേറി പോകാവോ ചേട്ടാ? ഞാൻ ഡയറ്റിങ്ങാ. അയ്യോ
എടുത്തോ, തുറന്ന് ഓപ്പൺ ചെയ്തോ. ഇവിടെ ഇരിക്കേ. ഇല്ലെന്നേ. പോറ്റിക്കാം, നമുക്ക് പോറ്റിക്കാം. കൊഞ്ചിച്ചത് കൂടിയല്ലോ. അല്ല, അത് അതങ്ങനെ എനിക്കറിയില്ല. പൊളിച്ചോ. നമ്മുടെ പുതിയ വാച്ച്. കെച്ചിക്കൂട്ടണില്ല. അതതിൻ്റെ പിന്നെ ചാർജറായിരിക്കും. ഓണാക്കി കാണിച്ചേ. ഉമ്മ കൊടുക്കുക, താങ്ക് യു പറയുക. സ്കാൻ ടു പെയർ. ഇംഗ്ലീഷ് സ്കാൻ ചെയ്യണം. ഞങ്ങളിവിടെ എത്തി, ഡ്രസ്സ് മാറി. ഞങ്ങൾ അടുത്ത ഏകയും വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ്. ഇപ്പം സമയം 5 മണി കഴിഞ്ഞു. ഇവിടെ മതി, ആ മേലോട്ട് പോണ്ട. കിച്ചുവിന് മുങ്ങിക്കിടക്കാൻ അറിയാലോ, മുങ്ങിക്കിടന്നേ. ഡാലിയുടെ പുറത്ത് വരുന്നത്. ഹലോ ഗൈസ്, അപ്പം ഞങ്ങളിത് ഏകയൊക്കെ പോയിട്ട് ഇതാ വന്നേക്കുവാണ്. ഇപ്പം സമയം 7:15. കിച്ചൂസ് എൻ്റെ എവിടെയോ നിൽപ്പുണ്ട്. കിച്ചൂസ് എവിടെ നിൽക്കുന്നത്? എവിടെയോ നിൽപ്പുണ്ട് കേട്ടോ. അവരിതേ അവിടെ വണ്ടി അവിടെ ഒതുക്കാനായിട്ട് പോയതാട്ടോ. ഇതൊരു ചെറിയ വഴിയാണ്, അപ്പോൾ അവിടെ വണ്ടി ഒതുക്കാനായിട്ട് പോയതാണ്. അങ്ങ് മേളിൽ കാണുന്ന അതുണ്ടല്ലോ, അത് കുട്ടിക്കാനമാണ് കേട്ടോ. അതെ, അത് കുട്ടിക്കാനമാണ്. പിന്നെ അത് വേറെ ഏരിയ ആണ് കേട്ടോ. ഇവിടെ മഴ പെയ്തിട്ടില്ല, പക്ഷെ വലിയ ചൂടില്ല കേട്ടോ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കലിപ്പിലിരിക്കുന്നു. മാറാ എനിക്ക് ഈ ലോകത്ത് മടുപ്പ് പറഞ്ഞിട്ടില്ല. എന്നാ കൊടുക്കുക, കിച്ചു കൂട്ടാതെ ഡാൻസിട്ടാക്കി കൊടുക്കുക, ഡീവഞ്ചിട്ടാക്കി കൊടുക്കുക. ഇച്ചിരി നേരത്തെ തന്നെ കൊടുക്കുക. നമ്മുടെ പെണ്ണ് ഫോണ് ചേട്ടായിക്ക് വെള്ളം മതി. ഇത് ഈ വെള്ളം മതി. ഇതൊക്കെ കട്ട് ഇത് നമുക്കല്ലേ ഈ വെള്ളം മുഴുവൻ പോകുന്നേ. നേരത്തെ ഞങ്ങൾ ഇവിടുന്ന് കോരുവായിരുന്നു. ഇവിടെ ഉറവ മാറിയത് ചിലപ്പോൾ നമ്മൾ തെളിക്കുമ്പോൾ ഈ ഉറവ മാറും. ഉറവ ഇത് തെറ്റിപ്പോവും, വഴി തെറ്റിപ്പോവും. ഇവിടെ ഇന്നാൾ തടി ഇറക്കി തടി ഇറക്കി കഴിഞ്ഞപ്പോൾ ഈ ഉറവയൊക്കെ മാറിയത്. തടി വെട്ടി. പപ്പ, ഇത് വർഷങ്ങളായിട്ടുള്ള ഉറവയാണോ ഇത്? എൻ്റെ മോളെ, ഇത് ഇവിടെ ഇതൊരു ഓടയാണ്. ഇത് ഒത്തിരി കാലം മുമ്പ് ഉരുള് വന്നിരുന്നു. അന്ന് ഞങ്ങളിവിടെ താമസമില്ല. അപ്പം അതിന് ശേഷമാണ് ഇത് ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് ഒരു 22-23 വർഷമായി. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഓടയിൽ ഇവിടെ വെള്ളമുണ്ട്. ഏത് വേനൽക്ക് ഇന്ന് വരെ ഇത്
പറ്റിയിട്ടില്ല. പാറയുടെ കൂടെ വന്ന് ഇവിടെ ഒരു കുഴിയുണ്ട്. ഈ കുഴി നമുക്ക് വലുതാക്കാൻ പറ്റില്ല. വലുതാക്കിയാൽ വെടിവെച്ചോ അല്ലെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉറവ് മാറിപ്പോകും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പം താഴെ 2 വീട്ടുകാരുണ്ട്, അങ്ങോട്ടാണ് ഈ ഓസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓസ് അവർ ചെന്നാൽ അവരവിടെ ഒരു 10,000 ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്ക് ഉണ്ട് അവർക്ക്. ആ ടാങ്കിൻ്റെ അകത്തോട്ട് ഇത് വീടും. അവിടെ 2 വീട്ടുകാർ സുഖമായിട്ട് ഉപയോഗിക്കുന്നു. 3-4 വീട്ടുകാർക്കുള്ള വെള്ളം ഉണ്ട് ഇത് വയ്ക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. ഇന്നുവരെ പറ്റിയിട്ടില്ല. ഇത്രയും കാലത്തിനോടൊക്കെ നല്ല വെള്ളമാണ്. നീ അല്പം ഒന്ന് പോയി കുടിച്ച് നോക്കിയാൽ നല്ല ഹാർട്ട് വാട്ടറാണ്. കപ്പില്ലല്ലേ? കപ്പുണ്ട്. കപ്പെടുത്ത് പോയി കുടിക്കേ, എന്നാലും അതിൻ്റെ രുചി. കോരിത്തരട്ടെ? ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. കല്ലടേന്ന് വരുന്ന വെള്ളമല്ലേ? മതിയോ? അപ്പം നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് ഈ വെള്ളം ഓസിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അല്ലെ പിന്നെ മോട്ടോർ വെച്ച് അടിക്കാനും വരാം. ഇപ്പം അതിനുള്ള സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഒരു ഓസിട്ടിരിക്കുന്നത്. ആ ഓസിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരും. അപ്പം വേനൽ മൂക്കുമ്പം അവിടുത്തെ വെള്ളം ഇങ്ങോട്ട് താഴും. അതുകൊണ്ട് നമുക്ക് മുകളിൽ ഷോർട്ടേജ് വരും. എന്നിരുന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത് മറ്റേ വലിയ മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിൽ ഇഷ്ടം പോലെ വെള്ളം ഒഴുകി വരും. അന്നേരം നമ്മളിവിടുന്ന് വേറൊരു കല്ലിൻ്റെ പൊത്തിൽ നിന്ന് നമ്മളിടും. പിന്നെ ഇടും. അപ്പം ഇത് മാറ്റുമോ? ഇത് മാറ്റിയാൽ ഇതങ്ങ് ഒഴുകി പോകും. ഇത് നിറഞ്ഞു പോകും. ശുദ്ധമായ വെള്ളം. അപ്പം ഇതെന്നാ സംഭവം? ഇത് ആര്യവേപ്പ് അങ്ങനത്തെ എന്തെങ്കിലും ആണോ? പറഞ്ഞോട്ടെ, ആര്യവേപ്പൊന്നുമല്ല. ഇവിടെ ഇപ്പം പറയുന്ന പേര് വേമ്പെന്ന് പറയും. പിന്നെ ചിലർ കടുക്കാമരം എന്ന് പറയും. ഇത് അധികം നാളായാലും ഈ പ്രദേശത്തൊക്കെ ഇത് ആൾക്കാർ വെക്കാൻ തുടങ്ങിയിട്ട്. നേരത്തെ ഉണ്ടായിരുന്നതായിരിക്കാം. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് എല്ലാവരും ഇത് വ്യാപകമായിട്ട് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വളയും. ഒരു 8-10 വർഷം കൊണ്ട് 40-50 ഇഞ്ചൊക്കെ ആകുമെന്നാണ് പറയുന്നത്. അപ്പം ഇതിലെ കൊടി ഇതിൻ്റെ എല്ലാവരും ഇപ്പോൾ കൊടി ഇടുകയാണ്. ഇപ്പോൾ റബ്ബർ കൃഷിയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഇത് വെക്കുകയാണ്. ഇത് 8-10 വർഷം കൊണ്ടാകും വെക്കാൻ. പൊളിക്കാനായിട്ട് ഉപകരിക്കുന്നത്. മറ്റ് സംഗതി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ വെച്ചതാണ്. ഇപ്പം 1 വർഷം ആയില്ല. ഇത്രയും ഇത് വളർന്നു. അപ്പം എൻ്റെ വേറൊരു പ്രത്യേകത ഇത് കടുപ്പമില്ലാത്തതുകൊണ്ട് ഇവിടെ കാറ്റൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ഇത് താങ് എന്നതിനും കെട്ടിക്കൊടുക്കുകയോ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് മറിഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. മേലോട്ടെല്ലാം വെച്ചിട്ടുണ്ടല്ലേ? അല്ല, അതേ ഉള്ളൂ കേട്ടോ. അല്ല, അതേ അടക്കം. അതേ ഈ പറഞ്ഞേ ഉള്ളൂ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇത് ഒന്നയാ. അല്ലല്ല, അത് പറഞ്ഞു. 3-4 ഉള്ളൂ. ഇത് അത് പറഞ്ഞു. ഈ വർഷം കുറച്ചുകൂടെ വെക്കണമെന്ന് പ്ലാനുണ്ട്. ജാതിയുടെ എന്ത് കൊടുക്കാൻ? ഇനി ആ ചൂടത്തോട്ട് പോണമല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേനും എൻ്റെ അമ്മേ എനിക്ക് വയ്യ. വെള്ളമുണ്ടോ? ഇപ്പോഴേ എടുക്കാൻ തുടങ്ങി. ജാതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേൾക്കുമോ? ഞാൻ തിന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഉണ്ട്. വരുവാ ചേച്ചി, റെഡി ആവുക. ജാതി
അതൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ഇനി ഇപ്പം പറയുന്നത് കേൾക്കരുത്. ആ അവിടുത്തെ ജാതി ഇങ്ങനൊന്നും അല്ല കിടക്കുന്നത്. അവിടുത്തെ ജാതി ഇങ്ങനൊന്നും അല്ല കിടക്കുന്നത്. ഇനി എന്നെടുക്കാൻ ഹലോ ഗൈസ്, ഇപ്പം ഞങ്ങൾ പോവുകയാണ് തിരിച്ച്. താങ്ക് യു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. വഴക്കുണ്ടാക്കാതിരിക്കുക. ഓക്കെ. ടൂറിസ്റ്റുകളല്ല നമ്മുടെ നാട്ടിലുള്ള മലയാളികളായ എന്നിട്ട് അവരിങ്ങനെ സൂം ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു അത് കാറാണ്. അത് മറ്റേ അത് വലിയ ജോമോൻ്റെ ഇരിക്കുന്ന കൂട്ടൊക്കെ ഫോണാ. അതുകൂടാ. അല്ല ആ ഭരണം പറയുന്നേ നമ്മളപ്പുറം തന്നെ ആ മലയുടെ മണ്ടയിൽ ഒരു 4 നില കെട്ടിടമില്ല, അതെല്ലാം അതിൻ്റെ അകത്ത് എത്ര മുറി വരെ ഉണ്ട്. മറ്റേ ആ മറ്റേ മേളിക്കൂടെ ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. അതന്നെ ഐഫോൺ. അല്ലല്ല, സാംസങ്. അല്ല ഐഫോൺ വേറെയാ. ഐഫോണിനെയും കാണാൻ കഴിഞ്ഞോ? ഇല്ലില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഐഫോൺ കഴിഞ്ഞിട്ടുള്ളത്. ടാറ്റ. യെസ് ഓഫ് കോഴ്സ്. ഇതൊക്കെ വീഡിയോ ആയിട്ട് പതുക്കെ വരുന്നതായിരിക്കും, ഓർമ്മയിലിരിക്കാൻ. അപ്പം ശരി അമ്മേ, പോയിട്ട് വരാം. കിച്ചുകുട്ടൻ പുറകെ ഫ്രണ്ടിലാണോ? അതിൻ്റെ ജിനിയ ഫ്രണ്ടില്ല.